ചൗരി ചൗര സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രക്തപങ്കിലമായ ഒരു അധ്യായമാണ് ചൗരി ചൗര സംഭവം. 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ വെച്ച് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന ഒരു ജാഥയിൽ പങ്കെടുത്ത ആളുകൾക്ക് നേരെ പോലീസ് വെടിവെക്കുകയും തുടർന്ന് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിടുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗര സംഭവം. വിശദമായി പറഞ്ഞാൽ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ചൗരി ചൗരയിൽ വെച്ച് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന ഒരു ജാഥയിൽ പങ്കെടുത്ത ആളുകൾക്ക് നേരെ പോലീസ് വെടിവെക്കുന്നു. തുടർന്ന് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിടുകയും ചെയ്തു. ഈ സംഭവമാണ് ചരിത്രത്തിൽ ചൗരി ചൗര സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ 3 സിവിലിയൻസും 22 പോലീസുകാരും കൊല്ലപ്പെട്ടു. 1920 മുതൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചിരുന്നു. ശക്തമായ പ്രതിഷേധമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായത്. ബ്രിട്ടീഷുകാരോടുള്ള അസംതൃപ്തിയാണ് ഇതിന് കാരണം. കടുത്ത നികുതികളാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് മേൽ ചുമത്തിയിരുന്നത്. കൂടാതെ ദേശീയ പ്രസ്ഥാനം എന്ന ആശയവും ജനങ്ങൾക്കിടയിൽ ഉടലെടുത്തിരുന്നു. നികുതികൾ കൊടുക്കാൻ വിസമ്മതിക്കാനും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള മോചനമാണ് ജനങ്ങൾ ആഗ്രഹിച്ചത്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കാൻ ഇന്ത്യക്കാർ ശ്രമിച്ചു. തുച്ഛമായ വിലയ്ക്ക് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന പരുത്തികൾ ഉയർന്ന വിലയ്ക്ക് വസ്ത്രങ്ങളാക്കി ഇന്ത്യയിൽ വിൽക്കുന്ന പ്രവണത അവസാനിപ്പിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഫെബ്രുവരി 2 വിലവർധനവിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തി പോലീസ് ബലപ്രയോഗം നടത്തി നേതാക്കളെ അറസ്റ്റ് ചെയ്തു. ഇതിനെതിരെ ജനരോഷ ആളിക്കത്തി. അവർ ഗവൺമെൻറ്റിനെതിരെ മുദ്രാവാക്യം മുഴക്കി. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനും നിയന്ത്രണ വിധേയമാക്കാനും പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. ജനക്കൂട്ടം പോലീസിന് നേരെ മുദ്രാവാക്യം വിളിച്ചു. തുടർന്ന് പോലീസ് ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തു. ജനങ്ങൾ വെടിയേറ്റു വീണു. ജനങ്ങൾ പോലീസ് സ്റ്റേഷന് തീയിട്ടു. 22 പോലീസുകാർ വെന്തു മരിച്ചു. ഈ സംഭവത്തോടെ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെച്ചു. 5 ദിവസം നിരാഹാരമിരിക്കുകയും ചെയ്തു. അഹിംസയ്ക്ക് വിരുദ്ധമായൊരു പ്രവൃത്തിയായിരുന്നു ഇത്. ഗാന്ധിജിക്ക് ഇത് അംഗീകരിക്കാനായില്ല.